അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്കിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടനുണ്ടാവും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം വിപണിയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രധാന 2 സ്റ്റോക്കുകൾ അവർ വിറ്റ് ഒഴിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് ഇറാൻ അമേരിക്ക യുദ്ധം അതിൻ്റെ പല സീമകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ അമേരിക്ക ഡയറക്റ്റ് ഫൈറ്റ് എന്നത് അത്ര പ്രായോഗികമല്ല. അപ്പോൾ ഇറാൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കി അമേരിക്കയുടെ ബേസുകളുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ആക്രമണങ്ങൾ ആരംഭിക്കുകയും അത് തുടർന്നു പോവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അത് ഈ മേഖലകളിലെല്ലാം തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ സ്വർണ്ണവിലയിൽ ഈ ഏറ്റക്കുറച്ചിലുകൾ ഇപ്പോൾ നിലവിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് കൂടുമെന്നോ എത്ര കണ്ട് കുറയുമെന്നോ നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ ഗ്രാമിന് 75 രൂപ, പവന് 600 രൂപ കൂടുന്നൊരു സാഹചര്യമായി. പക്ഷേ അത് വീണ്ടും താഴേക്ക് കൂപ്പുകുത്തും എന്നുള്ള തരത്തിലുള്ള ഡേറ്റകളൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വിലയുടെ വർധനവ് അത് മുന്നോട്ടുള്ള ഒരു വർധനവിൻ്റെ സൂചനയായിട്ടൊന്നും കണക്കാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇനി മുന്നോട്ട് ഒരുപക്ഷെ ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകുന്നില്ലെങ്കിൽ വീണ്ടും സ്വർണ്ണവില വലിയ തോതിൽ താഴേക്ക് കുറയുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരുപക്ഷെ 1 ലക്ഷമോ അതിൽ താഴേക്കോ എത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.